പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. നാളെ മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം 33,800 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. മറ്റൊരറിയിപ്പ്, കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ അനർഹരായ 38 പേർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് ധനകാര്യ റിപ്പോർട്ട്. നഗരസഭയുടെ 7-ാം വാർഡിൽ 42 പേരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയുടെ ഭാഗമായി കോട്ടക്കൽ നഗരസഭയിൽ 7-ാം വാർഡിൽ പെൻഷൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ ധനകാര്യ വിഭാഗം പരിശോധിച്ചു. പരാതിയിൽ ചൂണ്ടിക്കാണിച്ച 42 ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പരാതിയിലെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. ഫീൽഡ് തല പരിശോധനയിൽ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും വിവിധ കാരണങ്ങളാൽ സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹരല്ല എന്നാണ് കണ്ടെത്തിയത്. നഗരസഭയിലെ 7-ാം വാർഡിലെ 42 പേരിൽ 38 പേർക്കും പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല. ഈ റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. 42 പേരുടെ വീടുകളിലാണ് പരിശോധനകൾ ആരംഭിച്ചത്. അതിൽ 3 പേർക്ക് മാത്രമേ പെൻഷന് അർഹതയുള്ളൂ. ഉത്തരവിലെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അനർഹമായി പട്ടികയിൽ കടന്നുകൂടിയ 38 പേരുടെ പെൻഷൻ റദ്ദാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അനർഹരായി കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ അനുവദിക്കുന്നതിനായി നഗരസഭയിൽ സമർപ്പിച്ച അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫയലുകൾ നഗരസഭ നൽകിയിട്ടില്ല. അനർഹരായവർക്ക് പെൻഷൻ ലഭിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥരുടെ പങ്കും സംബന്ധിച്ച് വിജിലൻസ് സമഗ്രമായ പരിശോധന നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. അനർഹമായി പെൻഷൻ വാങ്ങിയ 38 പേരും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ കൈപ്പറ്റിയത്. സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന അവസരത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് സാഹചര്യമുണ്ട്. ഈ പെൻഷൻ കൈപ്പറ്റുന്നത് ഒരു പരിധിവരെ തടയുന്നതിന് സഹായകരമാണ്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാകില്ല. അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.